കഴക്കൂട്ടം ശ്രീകാര്യം മേഖലകളിൽ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. ബി.ജെ.പി സ്ഥാനാർത്ഥി വി മുരളീധരന്റെ നേതൃത്വത്തിൽ പോങ്ങുമൂട് വാട്ടർ അതോറിറ്റി ഉപരോധിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ കഴക്കൂട്ടം ശ്രീകാര്യം മേഖലകളിൽ നിത്യസംഭവമാണ്, വല്ലാത്ത കുടിവെള്ള പ്രതിസന്ധിയാണ്. ഈ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബി.ജെ.പി എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത്? പ്രശാന്ത്. അശ്വതി, കഴിഞ്ഞ 12 ദിവസത്തിലധികമായി കുടിവെള്ളം മുടങ്ങിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം കൂടി നടത്തിയിരിക്കുന്നത്. ബി.ജെ.പി നേതാക്കൾ, വിവിധ കൗൺസിൽ അംഗങ്ങളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി കൂടിയായ വി മുരളീധരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. കഴിഞ്ഞ 12 ദിവസമായി ഈ ഭാഗത്ത് വെള്ളം മുടങ്ങിയെന്നാണ് പരാതി പറയുന്നത്. പ്രശാന്ത് നഗറിലും ആക്കുളത്തും കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആ പ്രദേശത്തെ ജനങ്ങൾ അവിടുത്തെ കൗൺസിലർ PS വിനിയുടെ നേതൃത്വത്തിൽ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിലെത്തി ഇവിടെ കുത്തിയിരിപ്പ് സമരം നടക്കുന്നത്. ഇത് കേവലം ആക്കുളത്തെയും പ്രശാന്ത് നഗറിലെയും മാത്രം പ്രശ്നമല്ല. ഈ പ്രദേശത്തെ മിക്കവാറും സ്ഥലങ്ങളിൽ കുടിവെള്ളം ഒരു കിട്ടാക്കനിയായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ സഹികെട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഒരു യുദ്ധകാല സാഹചര്യം എന്നുള്ള നിലയിൽ കണക്കാക്കിക്കൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. കഴിഞ്ഞ 12 ദിവസമായി കുടിവെള്ളം മുടങ്ങുന്നു എന്നാണ് ഇപ്പം പരാതിയായിട്ട് പറയുന്നത്. അത് വലിയ അനാസ്ഥയാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങളുടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുടെ മുന്നിൽ പരിഹാരമില്ലാതെ നോക്കി നിൽക്കുന്ന ഒരു സംവിധാനം, ഒരു രീതി, ആ രീതിയാണ് ജനങ്ങളെ ഇത്രയും കൂടുതൽ രോഷാകുലരാക്കിയിട്ടുള്ളത്. ജനങ്ങൾ ആ അമർഷം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. അവർ ഉപരോധ സമരം ഉൾപ്പെടെ, ദേശീയപാത ഉപരോധം ഉൾപ്പെടെ നടത്താനുള്ള ഒരു നീക്കത്തിലായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ താൽക്കാലികമായിട്ട് അവരോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഉടൻ തന്നെ സ്ഥലത്തെത്തിക്കാം എന്ന് വാഗ്ദാനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ കുറച്ച് സമയത്തേക്ക് കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യം. അതായത് കഴിഞ്ഞ ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് നമ്മൾ കണ്ടതാണ്, വിവിധ വാർഡുകളിലെല്ലാം ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ കുടിവെള്ളം നിരന്തരം മുടങ്ങുന്നു. ഇത് ഈ നഗരസഭയെ കരിവാരത്തേക്കൽ എന്നതൊരു ലക്ഷ്യം കൂടി ഉണ്ടോ? പിന്നെ പല കാരണങ്ങൾ പലരുടെയും അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ട്. അത് എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ വിശദീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രതിഷേധവുമായി കൗൺസിലർമാരുണ്ട്, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുണ്ട്, ബി.ജെ.പിയുടെ നേതാക്കന്മാരുണ്ട്. ഇങ്ങനെ നിരവധി പേരെത്തിയിരിക്കുകയാണ്. അവിടെ പൈപ്പുകൾ, ഒരു പൈപ്പും കുടവും അടക്കമുള്ളവ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്കിവിടെ കാണാൻ സാധിക്കും. അനവധി ദിവസമായിട്ടാണ് ഇത്തരത്തിൽ ഈ വെള്ളം മുടങ്ങിയത്. അതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പൊതുജനങ്ങൾ പ്രതിഷേധിക്കുന്ന നിലയിലും ദേശീയ പാത ഉപരോധിക്കുന്ന നിലയിലേക്ക് എത്തിയത്. പോങ്ങുമൂട് സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ദേശീയപാതയെ ഉപരോധിച്ചുകൊണ്ട് പോങ്ങുമൂട് സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ്. നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ദൃശ്യത്തിൽ കാണാൻ കഴിയും, ഒരു പ്രതീകാത്മകമായിട്ടൊരു പൈപ്പും അതിനോടൊപ്പം തന്നെ ഒരു കുടവും വെള്ളവും എല്ലാം ഈ നടു റോഡിൽ ദേശീയപാതയിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിക്കേണ്ട അവസ്ഥ, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ ഇത് തൊട്ട് മുമ്പിൽ കാണുന്നത് പോങ്ങുമൂട് സബ് ഡിവിഷൻ ഓഫീസാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ വർക്ക്സ്, അത് പോങ്ങുമൂട് സബ് ഡിവിഷൻ ഓഫീസാണ്. ഈ സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. ജനപ്രതിനിധികളുണ്ട്, ബി.ജെ.പി നേതാക്കളുണ്ട്, അതോടൊപ്പം തന്നെ വി മുരളീധരൻ കഴക്കൂട്ടത്തെ
BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിലവിലെ MLA കടകംപള്ളി സുരേന്ദ്രനാണ്. ഇത്തരം വിഷയം നടക്കുമ്പോൾ ഇത്തരമൊരു വിഷയം നടക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നാണ് ഒരു ആക്ഷേപമായി പറയുന്നത്. അങ്ങനെ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് പ്രതീകാത്മകമായി കുടിവെള്ളം അടക്കം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ശക്തമായ ഒരു ഉപരോധം കൂടി ജനങ്ങൾ എത്തിയിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിക്ക് മുന്നിലാണ് തങ്ങളുടെ പ്രതിഷേധം കാണുന്നത്. ശക്തമായി കുത്തിയിരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ശക്തമായ രീതിയിലൊരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ. വലിയ പ്രതിഷേധമാണ്. കുടിവെള്ളം കിട്ടുന്നില്ല, 12 ദിവസമായി മുടങ്ങിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. 12 ദിവസമായി ആക്കുളമാട്ടിൽ കുടിവെള്ളം കിട്ടിയിട്ട് ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു കുടിവെള്ള പ്രശ്നം ഇത്രയും രൂക്ഷമായ രീതിയിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കുടിക്കാനോ കുളിക്കാനോ നനയ്ക്കാനോ 10ാം ക്ലാസ്സിലെ എക്സാം ടൈമിൽ പോലും ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിയാണ് എക്സാം എഴുതാൻ പോയത്. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. വാട്ടർ അതോറിറ്റി എന്താണ് പറയുന്നത്? ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും. ഇതാണ് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും നാൾ ഇന്നലെ വരെ ഞങ്ങൾ ക്ഷമിച്ചു. ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള സമയമില്ല, പരിധിയില്ല. ഞങ്ങൾ അങ്ങ് ഏറ്റവുമായി. ഞങ്ങൾ എന്താ വെള്ളം കിട്ടാത്തതിന് കാരണം പറയുന്നത്? എയർ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അത്രയുള്ള എഞ്ചിനീയേഴ്സ് ഒന്നും ഇവിടെ ഇല്ലേ? അത്രയും 15 ദിവസം കൊണ്ട് എയർ ബ്ലോക്ക് ആണോ? 10 ദിവസമായിട്ട് എയർ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ആ 10 ദിവസമായി എയർ ബ്ലോക്ക് എന്നാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ പറയുന്നത്. എന്നാൽ അത് പരിഹരിക്കുവാനുള്ള യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായ ഒരു സംഭവമല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണല്ലോ. 12 ദിവസമായിട്ട് പ്രശ്നമാർന്ന സ്ഥലത്ത് വെള്ളമില്ല. ടാങ്കറിൽ വെള്ളം അടിച്ച് പരിഹരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ അധികാരികൾക്ക് ഇതുവരെ ഇത് എയർ ബ്ലോക്കാണെന്ന് പറയുന്നതല്ല. എയർ ബ്ലോക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം നമുക്കുണ്ടാക്കാൻ പറ്റില്ല. കൗൺസിലറുടെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. MLA ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അത് ഇന്നൊന്നും തുടങ്ങിയ കാര്യമല്ല. നമ്മൾ ഇവരെ വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കില്ല. ഇവരിൽ നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. ഇത്രയും ഒരു അലസതയുള്ളൊരു ഓഫീസ് വേറെ ഇല്ല. വിശേഷ ദിവസമാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. ഇതെല്ലാം പെരുന്നാൾ ദിവസം ഇന്ന് ഇത് മതിയാക്കിയിട്ട് എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണ്. കുട്ടികളും കുടികളും ഇതേ വയസ്സായത് നോക്ക്, സ്ത്രീകൾ ഉൾപ്പെടെ. ഇന്നലെ രാത്രി 2 മണിക്ക് പുലയനാർകോട്ട ജംഗ്ഷനിൽ പൈപ്പിൽ വെള്ളം വന്നതാണ്. അവർ എല്ലാം ഉണ്ടായിരുന്നു. വെള്ളം കണ്ടുകൊണ്ട് നമ്മൾ വീടുകളിൽ പോയപ്പോൾ ഇവർ അപ്പോഴേനെ വാൽവ് അടക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത് ഇത്ര ദിവസം? അപ്പുറം ഇപ്പുറമുള്ള കിണറുകളിൽ പോയി വെള്ളം എടുത്തുകൊണ്ടാണ്. സ്കൂളിൽ പോകണം, കുട്ടികളുണ്ട്, ജോലിക്ക് വേണം. അതുകൊണ്ട് ആഹാരം വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല, ഗ്യാസും ഇല്ല. ഒരു 10-15 ദിവസം വെള്ളമില്ല കുടിക്കാൻ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാവരും കുട്ടികളൊക്കെ ഉള്ളതാണ്. SSLC പരീക്ഷ നടക്കുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. വെള്ളം 12 ദിവസം എന്നൊക്കെ പറയുമ്പോൾ വലിയ കാലാവധിയാണ്. അത്രയും ദിവസം വെള്ളമില്ലാതെ ജീവിക്കുന്ന വെച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? അതെ, വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, അവർക്ക് വെള്ളമില്ലാതെ നമുക്ക് പറ്റില്ല. വലിയവർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ കാര്യം എന്ത് ചെയ്യും? നമ്മുടെ വീടിനടുത്തൊക്കെ ജനിച്ച കുട്ടികൾ വരെ ഉണ്ട്. ഇപ്പം ജനിച്ചത് അവരെയൊക്കെ നമുക്ക് അത്രയ്ക്ക് ഹൈജീനിക്കായിട്ട് നോക്കിയല്ലേ പറ്റുള്ളൂ. വലിയ ബുദ്ധിമുട്ടാണ്. റോഡിൽ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ചേച്ചി പ്രതിഷേധിക്കുകയാണ് കുത്തിയിരുന്നത്. അതെ, ഞങ്ങൾക്ക് 12 ദിവസമായി വെള്ളം കിട്ടിയിട്ട് 5 ദിവസം വരെ ഞങ്ങൾ വേവിച്ചിട്ടില്ല. കുട്ടികളാണെങ്കിൽ ആകെ വളരെ ബുദ്ധിമുട്ടിലാണ്. അതാണ് കുറേ ഈ വെള്ളം കിട്ടാതായതോട് കുറേ സഹിച്ചു, കുറേ ക്ഷമിച്ചു. എന്നിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. അതോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുക എന്ന നിലയിൽ ഒരു പ്രത്യക്ഷ സമരം എന്ന നിലയിലേക്കൊക്കെ ഇവർ എത്തുന്നത്. അങ്ങനെ ഒരു പ്രത്യക്ഷ സമരം എന്ന നിലയിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് കൗൺസിലിൻ്റെ അടക്കം നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ ഇവിടെ എത്തിയതിനു ശേഷം ഈ കാര്യത്തിൽ വെള്ളം ഉറപ്പാക്കുന്ന, കുടിവെള്ളം വാർഡുകളിൽ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ ഇവിടെ നിന്നും പിരിഞ്ഞു പോകൂ എന്ന് ആണ് ഈ കൗൺസിലർമാരടക്കം പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾക്കുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ ഇത്തരത്തിൽ അനാസ്ഥ കൊണ്ട് എയർ ബ്ലോക്ക് എന്ന കാരണം പറഞ്ഞുകൊണ്ട് 12 ദിവസത്തിലധികം വെള്ളം മുട്ടിക്കുന്നൊരു നടപടി സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്തായിട്ട് നിരന്തരം ഇത്തരത്തിൽ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭാ പരിധിയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം നഷ്ടപ്പെടുന്ന, കുടിവെള്ളം ഇല്ലാതാക്കുന്ന ഒരു സമീപനം അത് വലിയ രീതിയിൽ ഉണ്ടാകുന്നു. യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. എവിടെ കുടിവെള്ളം? അതെ, നമുക്ക് വെള്ളം കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് പോവുകയുള്ളൂ. കാരണം ഈ ആറ്റുകാൽ പൊങ്കാല, അതായത് ഈ തിരുവനന്തപുരം സിറ്റിയിൽ അതായത് തിരുവനന്തപുരം സിറ്റിയിൽ BJPക്ക് സീറ്റ് കിട്ടിയതോടെ CPM കളിക്കുന്ന കളിയാണ് ഈ കുടിവെള്ളം. അതായത് ഒരിടത്തും കുടിവെള്ളം കൊടുക്കാതെ അവർ ഇലക്ഷന്
ഇലക്ഷൻ വോട്ട് പിടിക്കാൻ വേണ്ടി എല്ലാം BJPയുടെ തലയിലൊക്കെ കളിക്കുന്ന കളിയാണ്. പക്ഷെ നാട്ടുകാർക്കറിയാം ഇത് എന്തുകൊണ്ടാണ്. അതായത് റോഷി അഗസ്റ്റിൻ കാണിക്കുന്ന ആ കളി ജനങ്ങൾ മനസ്സിലാക്കണം. കാരണം CPM ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് വെള്ളം പോലും കൊടുക്കാതെയാണ് ഇവിടെ ഈ കാണിക്കുന്ന പരിപാടികൾ. ആക്കുളം, അതോടൊപ്പം തന്നെ പ്രശാന്ത് നഗർ, പുലിയനാർകോട്ട, ചെറുവയ്ക്കൽ തുടങ്ങിയ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൗൺസിലറുടെ നേതൃത്വത്തിലടക്കം ഇത്തരത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. വെള്ളം ദേഹത്തൊഴിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. വെള്ളം തലയിലേക്ക് ഒഴിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു ചൂടുകാലം കൂടിയാണ്. കുട്ടികളടക്കം ഉള്ളതാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതാണ്. ഇത്തരത്തിൽ പ്രാഥമിക ആവശ്യങ്ങളടക്കം നിറവേറ്റേണ്ട ഒരു സാഹചര്യത്തിൽ കുടിവെള്ളത്തെ മുട്ടിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. കുടിവെള്ളം കിട്ടാക്കനിയാകുന്ന അവസ്ഥയുണ്ട്. അനവധി ദിവസങ്ങൾ ഇത്തരത്തിൽ കുടിവെള്ളമില്ലാതെ ജനങ്ങൾ വെള്ളം കിട്ടാൻ ഞങ്ങൾ പോവില്ല. വെള്ളം കിട്ടാൻ പോവില്ല. വെള്ളം 12 ദിവസമായി എന്റെ വീട്ടിൽ 200 രോഗികൾ ബീച്ചേരി കിടപ്പ് രോഗി ബീച്ചേരുന്നത്. ഞാൻ വെള്ളം തന്നെ പോവില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ചാവും. എന്നിട്ട് അടുത്ത വീട്ടില് 2 പേര് കിടപ്പ് രോഗി, 2 പേര് സുഖമില്ലാതെ അപ്പൊ അവർക്ക് ഡൈപ്പർ ദിവസം നമ്മളെ കൂടെ 2 ദിവസം ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. 2 ദിവസം കൊണ്ട് ഇവർ ഇപ്പൊ വരും എന്ന് പറയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 12 ദിവസം കൊണ്ട് ഞങ്ങൾ ടാങ്കറിൽ വെള്ളം അടിക്കുകയാണ്. എത്രയെന്ന് പറഞ്ഞു ഇടവഴികളിൽ ഞങ്ങൾ എങ്ങനെ ടാങ്കറിൽ വെള്ളം അടിക്കും? കോളുകൾ ഓരോ വീട്ടിൽ നിന്നും അമ്മമാര്, രോഗികളൊക്കെ ഞങ്ങളെ വിളിക്കുകയാണ്. വെള്ളം, കുടിവെള്ളം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് കുടിവെള്ളം കൂടിയേ തീരുള്ളൂ. വെള്ളം ശരിയായി, വെള്ളം കിട്ടാതെ ശേഷം അവര് വീണ്ടും ഞങ്ങൾക്ക് വെള്ളം തരാതെ അവർ അന്നത്തെ ദിവസം വെള്ളം തുറന്നു വിട്ട് ക്ലീൻ ചെയ്യുന്നു. വെള്ളം വന്നതിന് ശേഷം ഇവരിവിടെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബക്കറ്റിൽ വെള്ളം എത്തിച്ചുകൊണ്ട് അത് തലയിൽ കോരി ഒഴിച്ച് കുളിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉള്ളൂരിന് സമീപം, ശ്രീകാര്യത്തിന് സമീപം കോങ്ങമൂടാണ് ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി, സബ് ഡിവിഷൻ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ പ്രതിഷേധം, പ്രദേശവാസികളുടെ പ്രതിഷേധം. വിവിധ വാർഡുകളുടെ പരിധിയിൽ കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു. 12 ദിവസത്തിലധികം പിന്നിടുന്നു. 12 ദിവസം പിന്നിടുമ്പോഴും കുടിവെള്ളം ഉറപ്പാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല. ഈ വാർഡുകളിലെ ഓരോ വാർഡുകളിലെയും കൗൺസിലർമാർ നിരന്തരം വാട്ടർ അതോറിറ്റിക്ക് മുന്നിലെത്തുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടെങ്കിൽ പോലും യാതൊരുവിധ നടപടികളും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായില്ല. ഇതോടുകൂടിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം തിരുവനന്തപുരത്തെ പോങ്ങമൂടിന് സമീപം, ഉള്ളൂരിന് സമീപമായിട്ട് പോങ്ങമൂട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്, ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രദേശവാസികളെല്ലാം ഇവിടേക്ക് എത്തി ഈ റോഡിൽ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ വെള്ളം കൂടെ നടന്നു, വെള്ളം തരൂല. അതിനെക്കാട്ടും ഞാൻ നല്ലത്. കുടിക്കാൻ വെള്ളമില്ല. ഇങ്ങനെ ഒരുപാട് വെള്ളം രണ്ടാഴ്ചയിലധികം 12 ദിവസത്തിലധികം പിന്നിടുന്നു. പലപ്പോഴും ഇത്തരത്തിൽ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രത്യക്ഷ സമരം എന്ന നിലയിൽ ഇവർക്ക് എത്തേണ്ട ഒരു സാഹചര്യം. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം 12 ദിവസത്തിലധികം പിന്നിടുന്നു. കുടിവെള്ളം കിട്ടിയിട്ട് നിരവധി തവണ നിവേദനങ്ങൾ നിരവധി നൽകിയിരിക്കുന്നു. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നു. കൗൺസിലർമാർക്ക് തന്നെ ഈ കുടിവെള്ളം കിട്ടാതെ സമരം ചെയ്യേണ്ട, സമരമുഖത്തെത്തേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള കടുത്ത വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ പൊതുജനങ്ങൾക്ക് സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നത്. ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കണം. ശ്രീകാര്യം
മേഖലയിലാണ് കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. ശ്രീകാര്യത്തെ ഈ പോങ്ങുമൂട് എന്ന് പറയുന്ന പോങ്ങുമൂട് സബ് ഡിവിഷന് സമീപത്ത് ആയിട്ടുള്ള വിവിധ വാർഡുകളുടെ പരിധിയിലാണ് 12 ദിവസത്തിലധികമായി വെള്ളം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ആക്കുളത്ത് അതോടൊപ്പം തന്നെ പ്രശാന്ത് നഗർ, പുലയനാർ കോട്ട, ചെറുവൈക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഈ പ്രദേശവാസികളെല്ലാം എത്തിയിരിക്കുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു ഭാഗത്ത് പോലീസും എത്തിയിട്ടുണ്ട്. വി മുരളീധരൻ കഴക്കൂട്ടം BJPയുടെ സ്ഥാനാർത്ഥിയാണ്. വി മുരളീധരൻ ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ ജനപ്രതിനിധികൾ എത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധം, കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതോടുകൂടി ആണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഈ പൊതുജനങ്ങൾ തന്നെ ഇവിടേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ബ്ലോക്കും രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഭാഗത്ത് അത്തരത്തിൽ യാത്രക്കാരും പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ഈ സർക്കാരിൻ്റെ അനാസ്ഥ, വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ്. ആ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഒന്നാകെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഇതിനെല്ലാം കാരണം വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ്. ആ അനാസ്ഥയെ തുടർന്നാണ് ഇത്തരത്തിൽ കടുത്തൊരു പ്രതിഷേധവുമായി ഈ പൊതുജനങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ കൊടും ചൂടിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് 12 ദിവസത്തിലധികമായി ഇത്തരത്തിൽ വെള്ളം കിട്ടാക്കനിയായി വാർഡുകളിൽ മാറുന്നു. നിരവധി തവണ പരാതികളും പരിഭവങ്ങളും പരിദേവനങ്ങളും എല്ലാം നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അതോടുകൂടിയാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം, കുടിവെള്ളത്തിന് വേണ്ടി തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം പൊതുജനങ്ങൾക്ക് അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കടുത്ത അനാസ്ഥ ആണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് കാരണമെന്നാണ് ഈ പ്രതിഷേധിക്കുന്ന ഓരോരുത്തരും പറയുന്നത്. ഈ എയർ ബ്ലോക്ക് എന്ന കാരണം പറഞ്ഞുകൊണ്ട് വെള്ളം മനഃപൂർവ്വം കിട്ടാക്കനിയാക്കുക എന്നാണ് ഈ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ എയർ ബ്ലോക്ക് കാര്യം പറഞ്ഞുകൊണ്ടല്ലേ ഇവർ ഇത്രയും കാലമായിട്ട് ഈ വെള്ളം മുടക്കുന്നത്? അതെ, 4 ദിവസത്തിന് മുന്നേ ഈ വെള്ളം ലൈനില്ല. ഞങ്ങളെല്ലാം പത്രം വായിക്കുന്നവരാണ്. ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിളിച്ചറിയിച്ച് പിന്നെ പറയുന്നത് വെച്ചാൽ എയർ ബ്ലോക്ക്. ഓക്കെ, ഞങ്ങൾ അവരെ കൂടെ നടക്കുകയാണ്. എയർ ബ്ലോക്ക് എന്ന് പറഞ്ഞു. ആക്കുളം അതിൽ 11 സ്ഥലത്ത് എയർ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആ 11 സ്ഥലത്ത് ഞങ്ങൾ കൂടെ പോയി എയർ ബ്ലോക്ക് മാറ്റി 2 ദിവസം. എന്നിട്ടും വെള്ളം വന്നില്ല. കുടിവെള്ളം ഇല്ലാതെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് രോഗികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, വയസ്സായ അമ്മമാർ, കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ പരിധി വരുന്ന സ്ഥലമാണല്ലേ? മെഡിക്കൽ കോളേജിന്റെ പരിധി വരുന്ന മെഡിക്കൽ കോളേജിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. 12 ദിവസമായി. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 5 ദിവസം വരെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ 12 ദിവസം ഞങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? വലിയൊരു ചോദ്യമാണ്, പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണ്. 1-2 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇത്രയും 12 ദിവസം അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്താനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഈ വിഷയത്തിലൊരു തീരുമാനം ഉണ്ടായിട്ട് മാത്രമേ ഇവിടെ നിന്ന് പിൻവാങ്ങൂ എന്നാണ് പറയുന്നത്. പ്രതീകാത്മകമായിട്ട് ഇവിടെ ദൃശ്യങ്ങളൂടെ കാണാം. പ്രതീകാത്മകമായിട്ട് പൈപ്പും കുടവും എല്ലാം കൊണ്ടുവന്നാണ് പ്രതിഷേധിക്കുന്നത്. വലിയ പ്രതിഷേധമാണ്. ഞങ്ങൾ പ്രിയദർശിനി നഗറിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഈ മാസം 12-ാം തീയതി മുതൽക്ക് ഇന്ന് വരേക്കും ഈ നിമിഷം വരേക്കും ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല ഞങ്ങളുടെ ആ ലൈനിൽ. അത് വയസ്സായ സ്ത്രീകളും വയസ്സായ പുരുഷന്മാരും ഒക്കെ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വെറും കഞ്ഞിയും പയറും കഴിച്ചാണ് അവർ ഇത്ര നാൾ ജീവിക്കുന്നത്. അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണവുമില്ല, അവർക്ക് വെള്ളവുമില്ല. ഇന്നലെ വെള്ളം ഒരു പ്രഹസനം കാണിച്ചിരുന്നു. ആ വഴി കൊണ്ടുവന്ന് കുറേ വെള്ളം ഇറക്കി. അത് ബക്കറ്റിലും കുടത്തിലുമാണ് പിടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പൈപ്പ് ശരിയാക്കിയിട്ട് 3-4 ദിവസമായി. എന്നിട്ട് ഈ ടാങ്ക് ക്ലീൻ ചെയ്യുകയാണ്. ഇന്നലെ മിനിയാന്നൊക്കെ ക്ലീൻ ചെയ്യുക 2 ദിവസം. അത് വെളിയെ വിട്ടില്ല. അപ്പൊ വെള്ളം ലോഡ് ചെയ്യുന്നില്ല. പിന്നെ ക്ലീനിങ്, ആദ്യം ക്ലീനിങ് ഇവന്മാര് പൈപ്പ് പൊട്ടി ക്ലീൻ എല്ലാം റെഡിയായി വെള്ളം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 2 ദിവസമായപ്പോ ഇവിടെ ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ. ഇത്രയും തോന്നിയ ദിവസന്മാർ ഇവിടെ കാണിക്കും. മനഃപൂർവ്വം കുടിവെള്ളം മുട്ടിക്കുന്നതാണ്. ഫ്ലാറ്റുകളുണ്ട്. ഫ്ലാറ്റുകൾക്ക് കാശ് പ്രേരിതമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ 13 ദിവസം ഇങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. വെള്ളം ടൈറ്റ് ആയാൽ അല്ലെങ്കിൽ 2 ദിവസമേ വരുള്ളൂ. ഇതിപ്പോ 19 ദിവസം ഇതുവരെ ഫ്ലാറ്റുകളിലേക്ക് ഇവന്മാര് വെള്ളം കൊടുക്കുകയാണ്. കാശ് മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. ബാക്കി അങ്ങോട്ട് വാൽവേ വിടുന്നില്ല വെള്ളം. ഇടപെടലാണോ എന്നൊരു സംശയമുണ്ട്. അത് തന്നെയാണ് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഇവിടുത്തെ ജനങ്ങൾ നമ്മളോട് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ പരാതിപ്പെടുന്നത്. അത്തരത്തിലൊരു സാഹചര്യം, വലിയ രീതിയിലുള്ള
വി മുരളീധരൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നത് ഈ സ്ഥലത്തെ MLA പോലും ഇവിടുന്ന് ഈ വിഷയം അറിഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കില്ല എന്നൊരു ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും MLA കുറച്ചും കൂടി നേരത്തെ ഉടൻ തന്നെ ഇതിനോട് പ്രതികരിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഇന്ന് പൊതു അവധിയാണ് എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ജലവിതരണം എന്ന് പറയുന്നത് ഒരു അവശ്യ സർവീസാണ്. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ജലവിതരണത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റിനൊരു നാഥനില്ലാത്ത അവസ്ഥ. ഒരാൾ അവധിയിലാണെങ്കിൽ മറ്റൊരാൾ അവിടെ ഉണ്ടായിരിക്കണം. ഇതുപോലെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ ഉടനെ അതിന് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തണം. അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിക്കാതെ ജനങ്ങളുടെ ഈ തരത്തിലുള്ള ദുരിതങ്ങളോട് കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനം, ആ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഈ പ്രതിഷേധത്തെ ഈ തരത്തിൽ ഒരു തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. എയർ ബ്ലോക്ക് എന്നാ പറയുന്നത്, അതിനുള്ള സാങ്കേതിക സംവിധാനമില്ലേ? 1-2 ദിവസം കൊണ്ട് പരിഹരിക്കാനുള്ള സാങ്കേതിക സംവിധാനം വാട്ടർ അതോറിറ്റിക്കില്ലേ? എന്താണെങ്കിലും ശരി, അതിനൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ജനങ്ങളുടെ പ്രതിഷേധം വരുമ്പോൾ ആ പ്രതിഷേധക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാവണം. ഇത് ഓഫീസ് അടച്ചുപൂട്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാനുള്ള സാങ്കേതിക സംവിധാനമില്ലേ ഇത്രയും ദിവസം നീണ്ടുപോകുന്നത്? അങ്ങനെ സംവിധാനം ഇല്ലാത്തൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ കുടിവെള്ളത്തിൽ ഉണ്ടാക്കുന്ന എയർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിനൊക്കെ പരിഹാരം ഈ നാട്ടിലുണ്ട്. ആ പരിഹാരം കണ്ടെത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. വാട്ടർ അതോറിറ്റി കെടുകാര്യസ്ഥ തന്നെയാണ്. തീർച്ചയായിട്ടും വാട്ടർ അതോറിറ്റി ഈ പ്രശ്നത്തോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ്. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ജനങ്ങളെ ഒരു തരത്തിലുള്ള പരിഗണനയ്ക്കും അർഹരല്ല എന്നുള്ള തരത്തിലുള്ള സമീപനം. അതെ, ജനങ്ങളോട് ഒരു തരത്തിലുള്ള പരിഗണനയും കാണിക്കുന്നില്ല ആ വാട്ടർ അതോറിറ്റി എന്ന് തന്നെയാണ് വി മുരളീധരൻ പറയുന്നത്. മാത്രമല്ല, ഈ സാങ്കേതിക സംവിധാനമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്രയും ദിവസം പിന്നിടുന്നു എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും തുടർന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ഇത്തരത്തിൽ പ്രതിഷേധിക്കുകയായിരുന്നു. നേരത്തെ പോലീസ് എത്തിയിരുന്നു. പോലീസ് എത്തിയതിനു ശേഷം ഈ സമരക്കാരുമായി ചർച്ച നടത്തി. അതിനുശേഷം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് പറഞ്ഞത്. ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഇപ്പോൾ ഇത്തരം ഈ ഇയാളൊന്നും നടന്നു വരിക അല്ല, നടന്നു വരികയായിരിക്കും. അടുത്ത ഗേറ്റ് ചാടും. അതെ, ഇത്രയും ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും 10 മണിക്ക് സമരം തുടങ്ങിയതാണ്. ഇത്രയും സമയം പിന്നിട്ടിരിക്കുകയാണ്. ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ആരും ഇവിടേക്ക് എത്തുന്നില്ല. സ്ഥലം എം എൽ എ ഇവിടേക്ക് എത്താൻ തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ സമരത്തെ, ഇത്തരത്തിലുള്ള ആവശ്യ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഇവർ രണ്ടുപേരും സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നില്ലേ? ഇത്രയും സമയമായി ഇത്രയും സ്ത്രീകൾ, ഞങ്ങൾക്ക് ഇന്ന് വിശേഷ ദിവസമാണ്. ഞങ്ങൾക്ക് വീട്ടിൽ നല്ലവണ്ണം ആഘോഷിക്കേണ്ട ദിവസമാണ് ഞങ്ങൾ ഈ റോഡിൽ വന്നിരിക്കുന്നത്. കുടിവെള്ളമില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെ പോയി? ഞങ്ങൾ MLA എവിടെ പോയി? ബാക്കിയുള്ള അധികാരികൾ എവിടെ പോയി? ഞങ്ങൾക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തിത്താ. വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്രയും തിരക്കാണോ? ഞങ്ങളെ പ്രശ്നം പരിഹരിക്കാതെ അവരെവിടെ പോകുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ ഇത് കാണണം എന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്. വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ഇവിടെ ഇത് കാണണമെന്നാണ് പറയുന്നത്. അവശ്യ സർവീസാണ് ജലം അടക്കമുള്ളത്. ആ അവശ്യ സർവീസായിട്ടുള്ള ജലവിതരണം മുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള 12-13 ദിവസം പിന്നിടുന്നു. ഈ 12-13 ദിവസം പിന്നിടുമ്പോഴും ഈ പ്രദേശവാസികളെ അല്ലെങ്കിൽ ജനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നാണ് ഈ സമരത്തിനെത്തിയിരിക്കുന്നത്. പ്രശാന്ത്, എന്തായാലും കഴക്കൂട്ടം ശ്രീകാര്യം മേഖലയിൽ കടുത്ത കുടിവെള്ള ക്ഷാമം അവിടെ രൂപപ്പെടുകയാണ്. ഇന്നിപ്പോൾ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഈ ദിവസം പോലും വീടുകളിൽ കുടിവെള്ളമോ മറ്റും എത്തിയിട്ടില്ല എന്നതാണ്. അവിടെ MLA കടകംപള്ളി സുരേന്ദ്രൻ എവിടെ എന്ന ചോദ്യം പ്രതിഷേധിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഉയരുകയാണ്. MLAയുടെ പൊടി പോലുമില്ല. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുകയാണ്. പ്രശാന്താണ് വിവരങ്ങളുമായി ചേർന്ന്.